ദേശീയപാത വികസനമടക്കം 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. ദേശീയപാത 66 ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ചടങ്ങ് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ദേശീയപാത ഉദ്ഘാടനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. സമാന്തരമായി റോഡ് ഷോ നടത്തി മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്രം ജനാധിപത്യ മര്യാദ കാണിച്ചില്ലെന്ന് മന്ത്രി. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ട ആളുകളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യ രീതിയല്ല. പരിഹസിച്ച് രാജീവ് ചന്ദ്രശേഖർ. മറുപടി നൽകി MP ഗോവിന്ദൻ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. മരുമകനായതുകൊണ്ടാണോ PWD മിനിസ്റ്റർ ആകുന്നത്? മരുമകനായതുകൊണ്ടാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി ഒപ്പിടുന്നത് ഈ വകുപ്പാകുന്നത്? जो अब तक नहीं बदला अब बदलेगा. अब केरलम आगे बढ़ेगा. मारा तक मारूम इनी केरलम वलारूम. BJPക്ക് അധികാരം നൽകിയാൽ കേരളത്തിൽ വികസനം ഉറപ്പാക്കുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി. ജയ് കേരള, ജയ് വികസിത കേരളം എന്ന മുദ്രാവാക്യം നടപ്പിലാക്കും. സോളാറും സ്വർണ്ണക്കവർച്ചയും മാസപ്പടിയും പരാമർശിച്ച് മോദി. കേരളത്തിലെ എയിംസിന് എന്താണ് കാലതാമസമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. എന്തുകൊണ്ട് കേരളം എയിംസിന് അനുയോജ്യമല്ലെന്ന് ചോദ്യം. നയപരമായ തീരുമാനത്തിന്റെ പേരിൽ വിവേചനം കാണിക്കരുതെന്നും കോടതി. പശ്ചിമേഷ്യൻ യുദ്ധം അതിരൂക്ഷം. ഇറാനിലേക്ക് ആക്രമണം കടുപ്പിച്ച് US-ഉം ഇസ്രായേലും. ഇറാൻ സ്ഥാപിച്ച 16 മൈനുകൾ നശിപ്പിച്ചതായി അമേരിക്കൻ അവകാശവാദം. സാധാരണക്കാർ കഴിയുന്ന 10,000-ഓളം ഇടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാൻ. ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസയ്ക്ക് കേരളത്തിൽ വിവാഹം. അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വിവാഹിതയായി. അഭയം തേടി എത്തിയത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ.